ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. 40 അധ്യായത്തിൽ നമുക്കറിയാം, കാരാഗൃഹത്തിലായിരുന്ന ജോസഫ് അവിടെ വന്ന ഫറവോ രാജാവിൻ്റെ പാനപാത്രവാഹകൻ്റെയും അപ്പക്കാരൻ്റെയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞിരുന്നതാണ്, നീ പുറത്തിറങ്ങുമ്പോൾ എന്നെ ഓർക്കണം, ഈ തടവറയിൽ നിന്ന് എന്നെ വിടുവിക്കാൻ നീ ശ്രമിക്കണം. പക്ഷേ പാനപാത്രവാഹകൻ അത് മറന്നു. ദൈവം ജോസഫിനെ മറക്കുകയില്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവന് ഈ രീതിയിൽ ഒരിക്കലും ഉയരാൻ സാധിക്കുകയില്ല. അതാണ് റോമർ 5:3 നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ പൗലോസ്ലീഹ പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുമെന്നറിഞ്ഞ കഷ്ടതയിൽ നമ്മൾ പ്രശംസിക്കാൻ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിൽ ഈ കുരിശിൻ്റെ വഴികളിലൂടെ നടത്തിയാണ് അവനൊരു പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ കർത്താവ് വഴി നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് 2 വർഷം കൂടി ജോസഫിന് കാലാഗൃഹത്തിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. അത് ദൈവം കൊടുക്കുന്ന സമയമാണ്. ദൈവം എപ്പോഴും കൃത്യസമയം പാലിക്കും. ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവർത്തനം വൈകുകയില്ല. നമ്മുടെ എല്ലാ ശോധനകൾക്കും ദൈവം കൃത്യമായ സമയദൈർഘ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം നമ്മെ പരിശോധിക്കുകയാണ്. ആ കാലയളവ് കഴിയുമ്പോൾ അവിടുന്ന് നമ്മളെ സ്വതന്ത്രരാക്കും. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ആ കാലയളവ് കഴിയുമ്പോഴേക്കും വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ ശക്തിയുള്ളവരായിത്തീരും. അതുകൊണ്ട് ജോസഫിനെ കൂടുതൽ വിശ്വാസത്തിൽ ശക്തീകരിക്കുവാൻ വേണ്ടി ഈ സമയം ദൈവം ഉപയോഗിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ ഫറവോ രാജാവിൻ്റെ സ്വപ്നം. 2 സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു നദീതീരത്ത് നിൽക്കുമ്പോൾ 7 കൊഴുത്ത പശുക്കൾ, അത് കഴിഞ്ഞ 7 മെലിഞ്ഞ പശുക്കൾ കയറി വന്ന ഈ കൊഴുത്ത പശുക്കളെ തിന്നു കളയുന്നു. മറ്റൊരു സ്വപ്നം കൂടി കാണുന്നു. അല്ലെങ്കിൽ നല്ല കതിരുള്ള 7 കതിരുകളെ, നല്ല സമൃദ്ധമായ 7 കതിരുകളെ, ഉണങ്ങിയതായ അല്ലെങ്കിൽ ബലമില്ലാത്ത 7 കതിരുകൾ ഈ ബലമുള്ള ഈ കതിരുകളെ ഭക്ഷിക്കുന്നു. അതിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആ നാട്ടിലുള്ള സ്വപ്ന വ്യാഖ്യാനക്കാരെയും മന്ത്രവാദികളെയും ഒക്കെ ഫറവോൻ വിളിച്ചു വരുത്തിയെങ്കിലും ആർക്കും അതിന് വേണ്ടതായ വ്യാഖ്യാനം നൽകുവാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തു. അവൻ്റെ കാര്യം ഫറവോ രാജാവിനോട് അവിടെ പറഞ്ഞു. പെട്ടെന്ന് ഫറവോ രാജാവ് ജോസഫിനെ അവിടെ വിളിപ്പിക്കുകയാണ്. അതിൻ്റെ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ക്ഷൗരം ചെയ്തു, ഇനി അവൻ വസ്ത്രം മാറി. ഇനി ജോസഫിൻ്റെ ജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. പഴയതെല്ലാം അവനിൽ നിന്നും മാറ്റി അവനൊരു പുതിയ സൃഷ്ടിയാക്കി ദൈവം അവനെ ഇനി ഉയർത്താൻ പോവുകയാണ്. അതിൽ 16-17 വാക്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം, ഫറവോട് ജോസഫ് പറയുന്ന ചില വാക്കുകളാണ്. സ്വപ്നം വ്യാഖ്യാനികളുടെ കഴിവ് എൻ്റെ കഴിവല്ല, എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനുള്ള മഹത്വം ജോസഫ് ഇവിടെ ദൈവത്തിനാണ് കൊടുക്കുന്നത്. എല്ലാ ഉയർച്ചയിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു ദൈവവൈതലിന് സാധിക്കണം. ജോസഫിനതിവിടെ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഉയർച്ചയും അതുപോലുള്ളതായ നല്ല അനുഗ്രഹങ്ങളും വരുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും നമ്മൾ നേടിയെടുത്തു, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ നേടിയെന്നുള്ള ഒരു അഹന്തയിലേക്കാണ് സാധാരണ പലപ്പോഴും മനുഷ്യൻ വീണു പോകുന്നത്. അതിൽ നിന്ന് ദൈവമാണ് അതിനുള്ള കഴിവ് തന്നതെന്നും അവസരം തന്നതെന്നും സാഹചര്യം തന്നതെന്നും ഉള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അഹന്ത നമ്മിൽ ഉണ്ടാവുകയില്ല.
ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മളാരും ഒന്നുമല്ല എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഫറവോ രാജാവ് കണ്ട സ്വപ്നം രണ്ടും ഒന്നാണെന്ന് ജോസഫ് ഇവിടെ പറയുന്നു. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ തീർച്ചയും കാണിക്കുവാനാണ് 2 പ്രാവശ്യം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജോസഫ് സ്വപ്ന വ്യാഖ്യാനം ഇവിടെ നടത്തുകയാണ്. വരാനുള്ള കാര്യം അദ്ദേഹം ഇവിടെ പ്രവചിക്കുന്നുണ്ട്. ഇനി 7 വർഷം സമൃദ്ധിയുടെ 7 വർഷം മിസ്രൈമിലുണ്ടാകും. അതിനുശേഷം ദാരിദ്ര്യത്തിൻ്റെ ക്ഷാമത്തിൻ്റെ 7 വർഷമുണ്ടാകും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരടിമയായ ഒരു തടവുകാരനായ ഈ നിസ്സാരനായ മനുഷ്യൻ സിംഹാസനിരിക്കുന്ന രാജാവിന് നല്ല ഉപദേശം കൊടുക്കേണ്ട സാഹചര്യമുണ്ടാവുന്നു. അതിനുള്ള കഴിവായി അടിമയ്ക്ക് ദൈവം ഇവിടെ കൊടുക്കുകയാണ്. ഈ വ്യാഖ്യാനം ജോസഫിനും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കെല്ലാം വളരെ ബോധിച്ചു. ജോസഫിനെ കുറിച്ച് ഫറവോ പറയുന്നൊരു വചനം 38-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? അത്രമാത്രം ദൈവാത്മാവിനാലല്ലാതെ ഇങ്ങനൊരു വ്യാഖ്യാനം നൽകുവാൻ സാധിക്കുകയില്ല എന്ന് ഫറവോ രാജാവിന് വരെ മനസ്സിലായി. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാന്യത, നമുക്കുണ്ടാകുന്ന ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അഹന്തയില്ലാതെ താഴ്മയോടും വിനയത്തോടും കൂടി പ്രവർത്തിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് ഫറവോ രാജാവ് അവന് പ്രധാനമന്ത്രിയുടെ സ്ഥാനം കൊടുക്കുകയാണ്. അവന് പറഞ്ഞു, ഇനിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി ജോസഫിൻ്റെ വിരലിൽ അദ്ദേഹം അവിടെ അണിയിക്കുന്നു. പട്ടുവസ്ത്രങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു. കഴുത്തിൽ സ്വർണ്ണമാല അദ്ദേഹത്തെ ഇടുവിക്കുന്നു. 2ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിക്കുന്നു. എല്ലാവരും ജോസഫിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. ജോസഫ് ഇതിനു മുമ്പ് കാരാഗൃഹത്തിൽ എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടാവും. അങ്ങനെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയവൻ്റെ മുന്നിൽ മറ്റുള്ളവർ മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഫറവോ രാജാവ് അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കുകയാണ്. ഫറവോ ജോസഫിനോട് പറഞ്ഞത്, ഞാൻ ഫറവോ ആണ്, നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തിലെങ്ങും ആരും കയ്യോ കാലോ ഇനി ഉയർത്തുകയില്ല എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യനായി അവനെ മാറ്റുകയാണ്. അവനൊരു പേരിടുന്നുണ്ട്, സാപ്നത്ത് ഫാനിയെ എന്ന് പേരിട്ടു. എന്നിട്ട് ഓനിലെ പുരോഹിതനായ പുത്തിപ്പോറിൻ്റെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായിട്ട് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ മറ്റൊരു കാര്യം കൂടി വായിക്കുന്നു. ഈ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു പ്രായമെന്ന് 46-ാം വാക്യം. നമ്മുടെ കർത്താവും തൻ്റെ പരസ്യമായ ശുശ്രൂഷ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പ്രായം 30 വയസ്സായിരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയമുള്ളവരെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോസഫും യേശുക്രിസ്തുവുമായ ഒരു വലിയ താരതമ്യം നമ്മൾ നേരത്തെ പല കാര്യങ്ങളിലും നമ്മൾ ഇത് നടത്തിയതാണല്ലോ. 2 പേരുടെയും പ്രവർത്തനം ആരംഭിക്കുമ്പോഴും ഇതേ പ്രായം തന്നെയാണ്. അപ്പോൾ ജോസഫ് വളരെ ബുദ്ധിപൂർവ്വം അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. സമ്പാദ്യത്തിൻ്റെ ധാന്യത്തിൻ്റെ 5-1 അദ്ദേഹം ശേഖരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്ത പ്രവർത്തനമാണ് ആ രാജ്യത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ പിന്നീട് കാരണമായിട്ട് തീർന്നത്. ഇനി നമുക്കുള്ള പ്രശ്നം, നമുക്ക് സഭയ്ക്കും സമൂഹത്തിനും പറ്റിയ അബദ്ധം എന്തെന്ന് ചോദിച്ചാൽ, ഭാവിയെപ്പറ്റി ദീർഘവീക്ഷണമുള്ളവർ നേതൃത്വത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് സഭയിലായാലും സമൂഹത്തിലായാലും ഇന്നത്തെ സ്ഥിതി ഇതാണ്. ഭാവിയെപ്പറ്റി ദീർഘവീക്ഷണമുള്ളവർ ആ സ്ഥാനത്ത് വന്നെങ്കിൽ മാത്രമേ സഭയ്ക്കായാലും സമൂഹത്തിനായാലും നിലനിൽപ്പും വളർച്ചയും സംരക്ഷണവും ഉണ്ടാവുകയുള്ളൂ. ആ ഭാവിയെപ്പറ്റി കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ സമർപ്പിക്കണം.
ദൈവം നമ്മിൽ ഇടപെടാതെ, നമ്മിൽ പ്രവർത്തിക്കാതെ നമുക്കൊന്നുമാകാനാവില്ല. അതുകൊണ്ട് ജോസഫിൻ്റെ ഈ ജീവിതം നമുക്കൊരു വലിയ അനുഭവമാവട്ടെ. നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അവിടെ ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിച്ചുകൊള്ളും. അതുകൊണ്ട് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, അവിടുത്തെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാത്രം ജീവിക്കുവാനും പ്രവർത്തിക്കാനും എന്നെ സഹായിക്കണമേ. ഞാനെന്ന ഭാവം പൂർണ്ണമായി വിട്ടുകൊടുത്ത് ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.